സാർ, ഈ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സുപ്രധാന വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രതികളായിട്ടുള്ള 5 പോലീസുകാരെ ആ കേസിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ്. ഒരു അമ്മയുടെ കണ്ണുനീര് അതിന് തൊട്ടു പുറകെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് എൻ്റെ മകനെ കൊന്നത്, എൻ്റെ മകൻ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ആ അമ്മയ്ക്ക് അറിയാനുള്ള അവകാശമുള്ളതല്ലേ? അപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ തുടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന് FIR ഇടുന്നതെങ്കിൽ പോലും പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് ഹോൾട്ട് എഴുതിയതായിരിക്കുമോ CBI പോലും അന്വേഷിച്ചിട്ട് ഈ കേസിൽ അവരെ വെറുതെ വിടാനുണ്ടായ കാരണം? ഇന്നലെ ഞാൻ മാധ്യമങ്ങളിൽ ആ അമ്മയുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം, ആ ഒരു വൃദ്ധ മാതാവിൻ്റെ വേദന കണ്ടപ്പോൾ നമുക്കും വിഷമമുണ്ടായി. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അയാളൊരു മോഷ്ടാവാണെന്ന് പറഞ്ഞ് അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്, കാരണം കേസ് തെളിയിക്കാൻ വേണ്ടിയായിരിക്കും, മൃഗീയമായി മർദ്ദിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളല്ല പ്രതി, മോഷണം നടത്തി ഇയാളല്ല, ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇയാളെ വിട്ടയച്ചു. ഇയാൾക്ക് ഉണ്ടായ മാനസികാഘാതം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഏറ്റ മർദ്ദനങ്ങളുണ്ട്. ഇതിനാരാണ് പരിഹാരം ചെയ്യുക? ഇതിനാര്? കാരണം ഒരു സമൂഹം മൊത്തം, നാട്ടുകാർ മൊത്തം ഇവൻ മോഷ്ടാവാണെന്ന് പറഞ്ഞ് അപഹസിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഇനി ഇവൻ മോഷ്ടാവല്ല എന്ന് പറഞ്ഞ് പോലീസ് വിട്ടാലും മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അത് മാറുന്ന പ്രശ്നമില്ല. എല്ലാവരും അത് അറിയണമെന്ന് പോലുമില്ല, വെറുതെ വിട്ടു. അവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായി മാറും. ഈ പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊലപാതകം 20 വർഷം മുമ്പ് നടന്ന കാര്യം. ഇത് ചെയ്തതാരാണ്? പോലീസുകാർ തന്നെയാണ്. അവർക്കെതിരെ കേസ് വരുമ്പോൾ ഇതിനൊരു FIR ഉണ്ട്, ഇതിന് നിയമ നടപടികളുണ്ട്. ആരാണ് FIR ഇടുന്നത്? ഇതേ പോലീസ് തന്നെയാണ്, അല്ലേ? കൃത്യം ചെയ്തു എന്ന് പറയുന്നവരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും അവരുടെ സുഹൃത്തുക്കളായ പോലീസുകാരോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർ അത് ആ FIR ഇടുമ്പോൾ സ്വന്തം സഹപ്രവർത്തകരോട്, തൻ്റെ സഹപ്രവർത്തകരോട് ഒരു ഫേവർ കാണിച്ചേ ഇതിടുള്ളൂ. അതിൽ പഴുതുകൾ ഇടും. ആ FIRഉം ആ കേസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ടാണല്ലോ കേസ് വിധിക്കുക. ഇപ്പോൾ CBI അന്വേഷിച്ച കേസാണ്. പക്ഷേ പ്രാഥമികമായിട്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ, അതിലുണ്ടായിരിക്കുന്ന പിഴവുകളാണ് ആ കേസ് ഇവരെ വെറുതെ വിടാനുള്ള കാരണം എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതിനൊരു മാറ്റം എങ്ങനെ ഉണ്ടാകും? നമ്മൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടാകും. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ അടിസ്ഥാനപരമായ കാര്യം എങ്ങനെയാണ്? ജനങ്ങളോട് സൗഹൃദത്തോടെ, കുറ്റവാളി എന്നുള്ള നിലയിലല്ലാതെ സ്നേഹത്തോടെ അവരോട് പെരുമാറുകയും ഒരു സുഹൃത്തെന്ന പോലെ അവരോട് കേസ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അത് സാധ്യമല്ല. ഇൻബോൺ ക്രിമിനലുകളുണ്ട്, അവരോട് സൗഹൃദം പാടില്ല, അത് സത്യവുമാണ്. ഇവിടെ നിസ്സഹായരായി പോകുന്ന പോലീസുകാരെ നമ്മൾ കാണാതെ പോകരുത്. കേസ് തെളിയിക്കേണ്ട ഒരു പ്രഷർ, അത് പല സ്ഥലങ്ങളിൽ നിന്നും, മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ആ പ്രഷർ വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും കേസ് തെളിയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി മർദ്ദനമുറകളിലേക്ക് പോകുന്നത് ചിലപ്പോൾ കേസ് തെളിയിക്കാൻ വേണ്ടി കുറ്റം സമ്മതിക്കാത്ത പ്രതികളെയാണ് ഈ മർദ്ദനമുറകളിലൂടെ കുറ്റം തെളിയിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ചില സിനിമകളിൽ തന്നെ കണ്ടിട്ടില്ലേ, അടിച്ച് അവശനായി കഴിയുമ്പോൾ ഞാൻ ചെയ്തതാണ് സാർ, ഇനി അടിക്കരുത് എന്ന് പറയും. ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും ചിലപ്പോൾ ഏക്കുന്നത്. അങ്ങനെ ഒരുപാട് നിരപരാധികൾ ഇന്നും ജയിലുകളിലുണ്ടെന്നേ, ഇന്ത്യയിലെ ജയിലുകളിലുണ്ട്. അല്ല, നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ആയിരുന്ന APJ അബ്ദുൽ കലാമിനോളം ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ വളരേണ്ടിയിരുന്ന ആളാണ് നമ്പിനാരായണൻ. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടാക്കിയത് ഇതുപോലുള്ള ഒരു കള്ളക്കേസല്ലേ? അല്ല, അദ്ദേഹത്തിനൊന്നും പിന്നെ ശാരീരിക ഉപദ്രവം ഏറ്റിട്ടുണ്ടാവും തോന്നുന്നില്ല, ഉണ്ടാവില്ല. കള്ളനായി ചിത്രീകരിച്ചു, അയാൾ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേദനയുള്ളൊരു കാര്യം വെച്ചാൽ അയാൾ നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ ന്യൂസിൽ, ഒരു ചെറിയ കോളത്തിൽ ആ വാർത്ത അവസാനിച്ചു. പക്ഷെ അയാൾ ചാരനാണെന്നും ഇന്ത്യയെ ഒറ്റുകൊടുത്തയാളാണെന്നും മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക നിരത്തിയവർ അയാളെ വെറുതെ എത്ര കാലം ആ ചർച്ച ചൂടുപിടിച്ചു വന്നു ഇവിടെ. അപ്പം ഈ നിരപരാധികൾ ഒരുപാട് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. കോടതിയുടെ നിയമം അല്ലെങ്കിൽ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് വേറൊരു കാര്യമുണ്ട്, ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള
ചില ഇടപെടലുകളുടെ ഭാഗമായി ചില നിരപരാധികളാണെന്ന് അറിഞ്ഞിട്ടും പോലീസുകാർ ചിലരെ കുറ്റവാളികളാക്കുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. തെളിവുകൾ ഉൾപ്പെടെ പോലീസ് തന്നെ ഉണ്ടാകും. അതെ, നമ്മുടെ TP ചന്ദ്രശേഖരൻ വധത്തിൽ കുറ്റവാളികൾ എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. 51 വെട്ടുവെട്ടി വരും, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അകത്തായി എന്ന് പറയും. പക്ഷേ യഥാർത്ഥ പ്രതികളകത്താണ്. ഒരിക്കലുമല്ല. അത് പ്ലാൻ ചെയ്തതും അവരെ കൊണ്ട് ചെയ്യിച്ചവരുമായവരല്ലേ പ്രധാന പ്രതികൾ. ഇപ്പം കൊട്ടേഷൻ ടീമുകളുണ്ട്, അവർ കൊട്ടേഷൻ എടുക്കുകയാണ് ഒരു തുകയ്ക്ക്. അത് 5 ലക്ഷമായിരിക്കും, 10 ലക്ഷമായിരിക്കും. അവനെ തീർത്ത് കളയാം, അല്ലെങ്കിൽ അവൻ്റെ കയ്യും കാലും വെട്ടിക്കളയാം. അവർ കുറ്റകൃത്യം ചെയ്തുവെങ്കിലും അവരെ അതിനെ പ്രേരിപ്പിച്ച, അതിനെ പ്രലോഭിപ്പിച്ച, അല്ലെങ്കിൽ പണം കൊടുത്തത് ചെയ്യിച്ചവരല്ലേ യഥാർത്ഥ കുറ്റവാളികൾ. ഇപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ മലയാളികൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. പ്രത്യക്ഷത്തിൽ കാണുന്നവർ തന്നെയാണോ കുറ്റവാളികൾ? അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകളും നിയമപാലകരും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ സത്യസന്ധമായി ഒരു കേസിൻ്റെ പിന്നാലെ പോകും, ഒരു കേസിന് റിപ്പോർട്ട് എഴുതൂ അല്ലെങ്കിൽ FIR എഴുതൂ എന്നൊരു നിയമപാലകൻ വിചാരിക്കുക, അവന് ജീവിക്കാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്നവരുടെയോ പ്രഷറിന് മുമ്പിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നോട് ഒരു ഇപ്പോൾ സൈബർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന, സ്ഥലം പറയുന്നില്ല, ഒരു SIയുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ 11 വർഷമായി ജോലിക്ക് കയറിയിട്ട് 12 ട്രാൻസ്ഫർ ആയിരുന്നു. 11 വർഷത്തിനിടയിൽ 12 ട്രാൻസ്ഫർ. 12ാമത്തെ ട്രാൻസ്ഫറാണ് ഇപ്പോൾ സൈബറിൽ നൽകി. അതിനു മുമ്പ് ഇടുക്കിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഈ ടോളല്ല ചെക്ക് പോസ്റ്റിൽ ഒരു ലോറി പിടിച്ചു. ഇമ്മീഡിയറ്റ് അവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഫോൺ വരികയാണ്, നമ്മുടെ ആളാണ്, വിട്ടേക്കൂ. അയാൾ അത് വിട്ടു. പിന്നെ തുടരെ ലോറികൾ വരികയാണ്. അയാൾ പറഞ്ഞു പറ്റില്ല. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു പള്ളിയിൽ കേസ് വന്നു. പള്ളിയിൽ അച്ഛനാണ് 1-ാം പ്രതി. അപ്പോൾ പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, അച്ഛനെതിരെ കേസെടുക്കരുത്. അച്ഛനെ ഒഴിവാക്കിക്കൊണ്ടുപോയാലും ബാക്കി ചില ഉന്നതന്മാരതിൽ പെട്ടിരുന്നു, അത് കേസെടുത്തു. അവരെ ചിലർ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇത് സത്യമായ കാര്യമാണ്. പറ്റില്ല എന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ. കേസ് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ കുറ്റവാളികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടുത്തെ നിയമപാലകരെക്കാൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ഇടപെടേണ്ടത്, ചിന്തിക്കേണ്ടത്. എൻ്റെ പാർട്ടിയിൽ പറ്റിയ ആളായിക്കോട്ടെ, എൻ്റെ പാർട്ടിയുടെ നേതാവായിക്കോട്ടെ, അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ ഞാൻ നിൽക്കും എന്ന് പറയുന്ന, എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ എന്നുണ്ടാവുന്നു, അന്ന് മാത്രമേ ഇവിടെ സംശുദ്ധമായ ഒരു നിയമപാലനം നടക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. അന്ധമായ രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ അതൊരു, ഞാൻ സൂചിപ്പിച്ചത് തന്നെ കറക്റ്റ്, അന്ധമായ രാഷ്ട്രീയ ബോധം ഉള്ള ആളുകളാണ് മലയാളികൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരുടെ നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഒരു നാണവും മാനവും ഇല്ലാതെ ന്യായീകരിക്കുന്ന ഒരു പറ്റം ആളുകൾ എന്ന് പറയാം. അവരുടെ അടുത്ത് അവരുടെ നേതാവ് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അംഗീകരിക്കാൻ അവർക്ക് ഒരിക്കലും സാധ്യമാവില്ല. അത്രയും അടിയുറച്ച ഒരു രാഷ്ട്രീയ വിശ്വാസമായി പോയി അവർ. ആ സമൂഹത്തിനോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടോ അവതരിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നിൽ കൊടി പിടിച്ചു കൊണ്ടുപോകുന്ന പാവങ്ങളുണ്ട്. അവരുടെ ഒക്കെ ലക്ഷ്യമുള്ളൂ, എനിക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നാൽ ഈ നേതാവ് വിളിച്ച് പറഞ്ഞാൽ വെറുതെ വിടും. അവിടുന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയണം നമ്മുടെ ആളാണ്, അതങ്ങ് വിട്ടേക്കൂ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാവങ്ങൾ കൊടിയും പിടിച്ച് ഈ നേതാക്കന്മാരുടെ പുറകെ പോകുന്നത്. അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്താൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ. അതിനേക്കാൾ നല്ലത് ആ ജനങ്ങൾ ചിന്തിക്കുക, ഞാൻ കുറ്റകൃത്യങ്ങളിൽ പെടാതെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് അവനവൻ തീരുമാനിച്ചാൽ ഈ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ല, ഈ ജാഥയ്ക്ക് പോകാൻ ആളെ കിട്ടില്ല. എന്തന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം! അവനവന് പണമുണ്ടെങ്കിൽ, അവനവന് ജീവിക്കാൻ മാർഗമുണ്ടെങ്കിൽ, അരിമേടിക്കാൻ കാശുണ്ടെങ്കിൽ അവന് ജീവിക്കാൻ പറ്റും. ഈ രാഷ്ട്രീയക്കാരൊന്നും എല്ലാ കാലത്തും ഇവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാലേ ഈ സമൂഹം നന്നാവും.